ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നോ? ഞാനും ഇറങ്ങും കേട്ടോ കടയിലേക്ക്. ഇന്നേതായാലും ഞാൻ ഇത്തിരി നേരത്തെ ആട്ടോ ഇറങ്ങിയേക്കുന്നത്. നമുക്ക് വണ്ടി ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. വഴി മൊത്തം ചള്ളയായിട്ട് കിടക്കുമല്ലേ, അതുകൊണ്ട് വണ്ടി ഇറക്കിക്കൊണ്ട് വരാൻ പറ്റില്ല. നല്ല വെയിലാണെങ്കിൽ മാത്രമേ വണ്ടി താഴെ വരുള്ളൂ. ഇത് കണ്ടോ, രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയല്ലേ, ഇതിങ്ങനെ കിടക്കും. ഒന്നാതെ കാല് കുത്താൻ പറ്റത്തില്ലല്ലോ ശരിക്കും. അതുകൊണ്ടോ ഈ പരുവത്തിലാണ് നമ്മുടെ വഴി കിടക്കുന്നത്. അതുകൊണ്ട് വണ്ടി ഇറക്കിക്കൊണ്ട് വരാൻ ഒരു രക്ഷയില്ല. അതുകൊണ്ട് മേളിൽ പോയി മേളത്തെ വീട്ടിൽ നിന്ന് വേണം വണ്ടി എടുത്തുകൊണ്ട് പോകാൻ. കാര്യം ഇത്രയും ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും അത് ഈ ചള്ള പിടിച്ച് കിടക്കുന്നതുകൊണ്ട് എന്നാ ഒരു മുഷിച്ചില്ലാന്നറിയോ. ശരി, എന്നാൽ ഞാൻ കടയിൽ വന്നു, കുറേ നേരമായി. ഇച്ചിരി പണിയൊക്കെ കഴിഞ്ഞു. എന്നാൽ പിന്നെ കുറേ നേരം റെസ്റ്റും എടുത്തു. എന്നാൽ അടുത്ത പരിപാടി തുടങ്ങാം. ഇന്ന് കഴിഞ്ഞ് ഞാനും ഈ കൂട്ടുകാരിയും കൂടെ കുറച്ച് ബോക്സുകളുണ്ടായിരുന്നു, അതിനെ മേളിൽ കയറ്റി വെക്കാൻ തുടങ്ങുവാണേ. അതിനെ ഒന്ന് ഒതുക്കി പെരുക്കി ഒന്ന് കയറ്റി വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഓരോ സൈസ് നോക്കി എടുക്കാൻ പാടല്ലേ. അപ്പം അവൾ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവളെ ക്യാമറാമാനോനാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയ എന്നാ പറയുക, ലക്ഷാധിപതിയൊക്കെ ആകുമ്പോഴത്തേനും നിനക്ക് സന്തോഷിക്കാമല്ലോ, ചേച്ചിക്ക് ഞാനും വീഡിയോ എടുത്ത് കൊടുത്തു എന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് വീഡിയോ എടുത്തോളാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞാൻ വീഡിയോ എടുപ്പിച്ചാണ്. ഒന്നുമില്ല കേട്ടോ, പാവം കൊച്ചാ. ചേച്ചി ഞാൻ സപ്പോർട്ട് ചെയ്യാം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വന്നതാണ്. എന്നിട്ട് അവൾ ഒരു കൈ കൊണ്ട് എനിക്ക് ആ ബോക്സ് പൊക്കി തരുന്നുണ്ട് കേട്ടോ, പാവം. എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഈ അവിടെ നിൽക്കുമ്പോഴത്തേന് ഈ വണ്ടിയുടെ ഇരപ്പാണ് ഭയങ്കര. അപ്പം നമുക്ക് ആ വോയിസ് ഒന്നും ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റത്തില്ല. ആ ഇരപ്പ് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ വന്നിരുന്നിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പം കുറേ കാര്യങ്ങൾ, അപ്പം പറയുന്ന കുറേ കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കും എന്തൊക്കെ പറയണം എന്നുള്ളത്. അങ്ങനെയൊക്കെ വന്നിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല. അല്ലെ പിന്നെ അങ്ങ് താഴെ ഇതിൻ്റെ അകത്ത് ഗോഡൗണിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് സ്പോട്ടിൽ ഡബ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. എവിടെയെന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര ബഹളമായിരിക്കും, റോഡല്ലേ. അങ്ങനെ ഏകദേശം അത് തീർന്നു. എന്നാൽ പിന്നെ പതിയെ ഇറങ്ങിയേക്കാം. ഇനി 2 ഫാനും കൂടെ എടുത്ത് വെക്കാനുണ്ടേ. അതും കൂടെ അങ്ങ് എടുത്ത് വെക്കുവാണെങ്കിൽ താഴെ ഇരുന്ന പെട്ടികൾ കുറച്ചങ്ങ് തീരുമല്ലോ. 2 ഫാനും കൂടെ എടുത്ത് മേളിൽ കയറ്റി വെക്കണം. എത്തുമെന്നൊക്കെ പറഞ്ഞൊക്കെ കയറും കേട്ടോ. നമുക്ക് ഭയങ്കര ഹൈറ്റാണെന്നാണല്ലോ നമ്മുടെ വിചാരം. അതുകൊണ്ട് കയറി കഴിയുമ്പോഴത്തേനും അങ്ങ് എത്തുകയല്ലേ ഇങ്ങ് എത്തുകയല്ലേ. എത്തത്തില്ല, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ അപ്പുറത്തെ സ്റ്റാൻഡിൽ കാലൊക്കെ കുത്തിയിട്ടാണ്. എന്തായാലും നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെയ്തിരിക്കും, അതിനി എന്തു വന്നാലും. അതാണ്. അങ്ങനെ 2നെയും എടുത്ത് സെറ്റ് ചെയ്തു. ഇനി കുറച്ച് നേരം ചുമ്മാ ഇരുന്നേക്കാം. ഞങ്ങൾ താഴെ ഇറങ്ങി ഇച്ചിരി നേരം ചുമ്മാതിരുന്നു. എൻ്റെ പിള്ളേരെ ഇന്നും മീൻ പിള്ളേരെ ഇന്നും കാണിക്കണ്ടെന്ന് പറഞ്ഞ കേട്ടോ അവൾ. അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല, കണ്ടോ, പെട്ടെന്ന് മാറ്റി. ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വെച്ച് കളിക്കാനെന്ന്. കാണിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് അടുത്ത് വെച്ചേക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ കളിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. എന്തായാലും ട്യൂബ് തീർന്നിരിക്കുക. എന്നാൽ പിന്നെ നമുക്ക് മേളിൽ പോയി ഒരു ബോക്സ് ട്യൂബ് എടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കാം. അപ്പം ഞങ്ങളുടെ ഗോഡൗൺ കണ്ടിട്ടില്ലല്ലോ, ഒരു ഗോഡൗൺ മാത്രമേ മേളിലാണ് ട്യൂബ് ഇരിക്കുന്നത്. എന്നാൽ പതിയെ പോയി ട്യൂബ് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ മേളിലേക്ക് പോവുക. ഇതേ പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേനും വല്ലാതെ വീഡിയോ ഇങ്ങനെ ഷേക്കായി പോയി കേട്ടോ. അങ്ങനെ ഷേക്കായി പോയപ്പോഴത്തേനും ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് വലിച്ചു നീട്ടിയൊക്കെ വെച്ചു.
അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ദേ ഇങ്ങനെ വിറച്ച പോണക്കൊക്കെ വീഡിയോ വരും. ചീത്ത പറയരുത് കേട്ടോ ആരും. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ, ഞാൻ ശിശുവല്ലേ, ശിശു. എല്ലാവരും അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അത് മാത്രമല്ല, എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, എന്നിട്ടൊന്ന് ഫോളോ ചെയ്യാൻ പറയണം. അത്രയൊക്കെ ചെയ്യാമല്ലോ നിങ്ങൾക്ക്. ചെയ്യണം കേട്ടോ എല്ലാവരും. നമ്മുടെ കൂട്ടാറും ഇടുക്കിയും ഒക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോണക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ എന്തായാലും എങ്ങോട്ടെങ്കിലും പോയാൽ ഉറപ്പായിട്ടും അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എന്നൊക്കെ ജസ്റ്റ് ഒരു പ്ലാൻ ചെയ്തു. ആ പ്ലാനിങ് നടന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത പ്ലാൻ ചെയ്യും, അതാണ്. അപ്പോൾ എന്തായാലും ഇനി വീഡിയോ കണ്ടിന്യൂ ചെയ്യാന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തിയേക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, അറിയാവുന്നവരിടയ്ക്ക് ഒന്ന് ഫോളോ ചെയ്യാൻ പറയുക. അത്രയൊക്കെ ഒരു ഉപകാരം ചെയ്യണേ പ്ലീസ്. എവിടെയാണ് ട്യൂബ് ഇരിക്കുന്നത് കണ്ടോ? ഇതാണ് ഞങ്ങളുടെ മേളത്തെ ഒരു കുടം. ട്യൂബ് കുറേ പൊട്ടിച്ചെടുത്തായിരുന്നു, അതിൽ നിന്ന് ഒരു 7 എടുത്തു. ബാക്കി നമുക്കവിടെ കൊണ്ടുവെക്കാം. താഴെ ഇരിക്കുന്നതും കുറേ തീർന്നു, എന്ന് താഴെ കൊണ്ടുവച്ചേക്കാം. അതിൻ്റെ അകത്ത് ഞാൻ ലൈറ്റ് ഇടാതെ കയറി വന്ന്, പകലാണല്ലോ എന്ന് ഓർത്തിട്ട് ലൈറ്റ് ഇടാതെ കയറി വന്നോട്ടെ. അതുകൊണ്ടായിരുന്നു അവിടെ ഒരു ഇരുട്ട് പോണക്ക്. അവൾ നിന്ന് ട്യൂബ് എടുത്തിടുവാണേ. എന്തൊക്കെയോ ഭയങ്കര കാര്യം സംസാരിക്കുകയാണ്. ഓണർ ചേട്ടൻ്റെ മോനുണ്ടായിരുന്നു ഇന്ന്. അപ്പം കൊച്ചും കൂട്ടുകാരും കൂടി കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരത്തിലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ പിടിച്ചത് അറിഞ്ഞോ എന്ന് പോലും എനിക്കറിയത്തില്ല. കണ്ടോ, ഇങ്ങനെയാണ് ട്യൂബ് ഇട്ട് വെക്കുന്നത്. അവനും എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ ഒരു ഭയങ്കരമായ കാര്യത്തിലാണ്. ഇനി ഒരിച്ചിരി വീട്ടിലെ വിശേഷമാകാം കേട്ടോ. ഇത് കണ്ടോ, 2 പേര് ഇരിക്കുന്നത് കണ്ടോ? ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് സങ്കടം കേട്ടോ. ഇവർ 5 പേരുണ്ടായിരുന്നേ. അതിൽ 3 ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീടൊക്കെ മാറ്റിക്കൊണ്ട് പോകുമല്ലോ. നമ്മുടെ വീട്ടിലെ പൂച്ചയുടെ കുഞ്ഞുങ്ങളല്ല ഇത്, വേറെ എവിടുന്നോ വന്ന് അവിടെ പ്രസവിച്ചതാണ് വിറകിൻ്റെ അകത്ത്. എന്നിട്ട് 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. ഇത്രയായപ്പോഴത്തേന് കഴിഞ്ഞ ദിവസം ആരോ അതിനെ വിഷം വെച്ച് കൊന്നു, ഈ തള്ളപ്പൂച്ചേനെ. എനിക്കത് കണ്ടിട്ട് ആകെപ്പാടെ ഒരു വിഷമമായി. പിന്നെ ഇതുങ്ങൾ തീറ്റ തിന്നാറായല്ലോ എന്നൊരു ഒത്തിരി സമാധാനമേ ഉള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ എവിടെ കൊണ്ട് തള്ള കളഞ്ഞോ എന്നറിയത്തില്ല. ഇതുങ്ങളേ ഉള്ളൂ. ഞാൻ വന്നിട്ട് ചോറിട്ട് കൊടുത്തു, അത് തിന്നിട്ട് സന്തോഷത്തിൽ കയറി ഇരിക്കുക. അമ്മച്ചി എന്നെയും കൂടെ വീഡിയോ പിടിക്കുക അമ്മച്ചി എന്ന് പറഞ്ഞു. കണ്ടോ, എന്നെ തന്നെ നോക്കിയിരിക്കുന്നത്. പിള്ളേരെ കണ്ടാൽ ഓടും അവർ. എന്നെ ചേട്ടനെ കണ്ടാൽ കുഴപ്പമില്ല. കണ്ടോ, 2 പേരുണ്ടായിരുന്നു. അവരവിടെ നിന്ന് വരുന്ന കണ്ടോ ഒരുത്തൻ ഓടി.